നമസ്കാരം. രാജ്യത്ത് വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടുകൾ തെളിവ് സഹിതം പുറത്തുവിട്ട രാഹുൽ ഗാന്ധിയോട് നിശ്ചിത ഫോറത്തിൽ സത്യവാങ്മൂലം നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉടൻ പ്രതികരണം. താൻ പറഞ്ഞത് സത്യമാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ബീഹാറിൽ ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നീക്കത്തിന് ശക്തി പകരുമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം, രാഹുൽ നിയമപരമായി നീങ്ങണമായിരുന്നു എന്ന് വാദിക്കുന്നു മറുവിഭാഗം. രാഷ്ട്രീയമായ പോരാട്ടത്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സുതാര്യമാക്കാൻ കഴിയുമോ രാഹുലിന്റെ പോരാട്ടത്തിൽ ഒപ്പമുള്ളത് ആരൊക്കെയാണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് രാജു നായർ, CPM വക്താവ് KT കുഞ്ഞിക്കണ്ണൻ, അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നിവർ. ആദ്യം രാജു പി നായർ, കർണാടകയിലെ ഈ മഹാദേവ്പുര എന്ന അസംബ്ലി മണ്ഡലം മാത്രം ഒരു സ്പെസിമിനാക്കി എടുത്തുകൊണ്ട് രാഹുൽ നടത്തിയിട്ടുള്ള ഈ തുറന്നു പറച്ചിൽ പക്ഷേ ഒരു ടിപ്പ് ഓഫ് ഐസ്ബർഗ് എന്ന് പറയാവുന്ന ഒരു കാര്യം മാത്രമാണ്. മഹാരാഷ്ട്രയിലാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ആരോപണമുള്ളത്. അവിടെയാണ് കൂടുതൽ വ്യാജ വോട്ടുകൾ ചേർത്തതായി നിങ്ങൾക്ക് തന്നെ സംശയമുള്ളത്. ഇവിടെ ഇത് പരിശോധിക്കാൻ 6 മാസം എടുത്തു എന്നും ഒരു കുന്നോളം 7 മീറ്ററോളം ഉയരമുള്ള പേപ്പർ വോട്ടർ ലിസ്റ്റുകൾ പരിശോധിക്കേണ്ടി വന്നു എന്നൊക്കെ രാഹുൽ പറയുന്നുണ്ട്. ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനപരമായ രേഖ, ആ രേഖ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും PDF ആയും അല്ലാതെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകുന്നതാണ്. ഇത് രാജ്യത്തെ മുഴുവൻ വോട്ടർ പട്ടികയും ഡിജിറ്റൽ രൂപത്തിൽ വേണമെന്ന് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുന്നത് തന്നെ ഈ വിഷയം രാഷ്ട്രീയമായി റേസ് ചെയ്യാനാണ് എന്ന തോന്നലുണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ മറികടക്കാവുന്നതാണോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടുന്ന പ്രതിസന്ധികൾ? അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല പ്രതിസന്ധി നേരിടുന്ന ഈ രാജ്യമാണ്. നിങ്ങളുടെ ഈ കാർഡിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് രാഹുൽ തെരുവിൽ ഇറങ്ങുമോ എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. രാഹുൽ എന്നും തെരുവിൽ തന്നെയായിരുന്നല്ലോ. ഈ രാജ്യത്ത് വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പുകളുടെയും രാഷ്ട്രീയം ഇല്ലാതെയാക്കാൻ വേണ്ടി മാസങ്ങളോളം വെയിലും മഴയും മഞ്ഞും എല്ലാം അതിജീവിച്ച് തെരുവിൽ നടന്നൊരു മനുഷ്യനല്ലേ രാഹുൽ. അതുപോലെ തന്നെയായിരുന്നല്ലോ പിന്നീട് രണ്ടാമത്തെ ഭാരത് ജോഡോ ന്യായ് യാത്ര, ഹത്രാസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഉന്നാവിൻ്റെ കാര്യത്തിലാണെങ്കിലും എവിടെയെല്ലാം ജനങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു അവിടെയെല്ലാം രാഹുൽ തെരുവിൽ ഇറങ്ങിയത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതകാലത്ത് മുഴുവൻ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം ഇന്ന് രാജ്യം ഒരിക്കലും നേരിടാത്ത സമാനതകളില്ലാത്തൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഞങ്ങൾ സൂചിപ്പിച്ചു 2024 തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ സ്വതന്ത്ര ഏജൻസികളായ ADR-ഉം VDF-ഉം ഉൾപ്പെടെ നടത്തിയ പഠനത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടക്കുന്നു എന്നുള്ളത് പുറത്തു വന്നതാണ്. നമുക്കറിയാം, ആ 2024 ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക്, വോട്ടിങ്ങിൻ്റെ കണക്ക് തന്നെ പുറത്തുവിടുന്നത് 11 ദിവസങ്ങൾക്ക് ശേഷമാണ്. രണ്ടാം ഘട്ടത്തിലേത് വരുന്നത് 4 ദിവസങ്ങൾക്ക് ശേഷമാണ്. മൂന്നാം ഘട്ടത്തിലേതും അതുപോലെ എല്ലാ ഘട്ടത്തിലെയും തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് ആദ്യത്തെ ദിവസം വൈകുന്നേരം വോട്ടിംഗ് സമയം കഴിഞ്ഞാലുള്ള കണക്കും അതിന് പിറ്റേ ദിവസം ഒരു 24 മണിക്കൂറിനുള്ളിൽ കൃത്യമായ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സാങ്കേതിക വിദ്യകളൊന്നുമില്ലാതിരുന്ന കാലത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ 11 ദിവസങ്ങൾ വരെ ഈ കണക്ക് പിടിച്ചു വച്ചു. അതിനുശേഷം ADR നടത്തിയ പഠനത്തിൽ കണ്ടു ആ പോളിംഗ് ദിവസം ലഭിച്ച വോട്ടുകളുടെ കണക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദിവസങ്ങൾക്ക് ശേഷം പുറത്തുവിടുന്ന കണക്കും തമ്മിൽ ഇന്ത്യയിൽ മുഴുവൻ 5 കോടി വോട്ടുകളുടെ വ്യത്യാസമുണ്ടായിരുന്നു. അത് 10 മുതൽ 12.5% വരെയായിരുന്നു ആ വോട്ടിംഗ് കണക്കിൻ്റെ വ്യത്യാസം. സാധാരണ 0.25% അത്തരത്തിലുള്ള സ്വിങ് വരുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് 10 മുതൽ 12.5%. ഈ 10 മുതൽ 12.5% വരെയുള്ള വ്യത്യാസമുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാം BJP ക്ലീൻ സ്വീപ്പാണ്. മധ്യപ്രദേശ് ആവട്ടെ, ഗുജറാത്ത് ആവട്ടെ, ഛത്തീസ്ഗഡ് ആവട്ടെ, അങ്ങനെ പല സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും BJP വലിയ രീതിയിൽ വിജയിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. പക്ഷേ എന്തുകൊണ്ടോ BJPയുടെ അന്തഛിദ്രം കൊണ്ടോ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥും ഉയർത്തിയ എന്തോ വിഷയം കൊണ്ട് നമുക്കറിയില്ല, പക്ഷേ ഉത്തർപ്രദേശിൽ ആ കണക്കിൻ്റെ വ്യത്യാസം 0.25% മാറിയപ്പോൾ ഉത്തർപ്രദേശിൽ BJP തകർന്നടിയുന്നതും നരേന്ദ്രമോദി ഉൾപ്പെടെ 4 ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ 6000 വോട്ട് പിന്നോട്ട് പോകുന്നതും ആയിട്ടുള്ള സാഹചര്യം നമ്മൾ കണ്ടു. നിങ്ങൾ പഠിച്ചാൽ മതി. ആ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ദിവസം പുറത്തു വന്ന കണക്കും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കും തമ്മിലുള്ള വ്യത്യാസം ഓരോ സംസ്ഥാനങ്ങളിൽ എത്ര ഉണ്ടായിരുന്നു എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ തടസ്സപ്പെടുത്തുകയല്ല. ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങിപ്പോൾ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളൊന്നും പുതിയ കാര്യങ്ങളല്ല. മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ അതൊന്നും ഞെട്ടലുണ്ടാക്കുന്ന കാര്യമില്ല. കഴിഞ്ഞ 10 വർഷമായി അങ്ങ് ചൂണ്ടിക്കാട്ടിയ ADR ഉൾപ്പെടെയുള്ള സ്വതന്ത്ര ഏജൻസികൾ ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ 2014 മുതൽ സിവിൽ സൊസൈറ്റിയും ADR പോലുള്ള ഏജൻസികളും ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും വിശ്വാസം വരാൻ അവർക്ക് ബംഗളൂരുവിലെ ഈ പറയുന്ന മഹാദേവ്പുരയിലെ
വോട്ടർ പട്ടിക വായിച്ചു നോക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളിപ്പോൾ അത് അംഗീകരിക്കുന്നു. ഇത് എത്രയോ നാളുകളെ ആളുകൾ പറഞ്ഞിരിക്കുന്നു. അജിംസെ, നമ്മൾ ഈ ചർച്ച കേൾക്കുന്ന മനുഷ്യർക്ക് ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിന് കൂടുതൽ ക്രെഡിബിലിറ്റി കൊടുക്കുന്ന സാഹചര്യം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. എനിക്കും അജിംസിനും അറിയാം, പക്ഷെ നമ്മുടെ പ്രേക്ഷകർ മുഴുവനായിട്ട് ചിലപ്പോൾ അപ്ഡേറ്റഡ് ആയിരിക്കില്ല, മറന്നുപോയിരിക്കാം. അതുകൊണ്ട് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്ന അസ്വാഭാവികതയെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുന്നതിന് വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അതിൽ നിന്നാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള അസ്വാഭാവികത തെരഞ്ഞെടുപ്പുകളിൽ കണ്ടപ്പോൾ മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് വൈകുന്നേരം 5 മണി മുതൽ 6 മണി മുതൽ ദശലക്ഷക്കണക്കിന് വോട്ടുകൾ പോൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവിടുത്തെ വോട്ടിംഗ് രീതിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനടുത്ത് ഡിജിറ്റലായിട്ട് ഈ രേഖ ആവശ്യപ്പെടുകയായിരുന്നു. അത് ലഭിക്കാതെ വരുന്നിടത്തു നിന്നാണ് പിന്നീട് 40 ലോക്സഭയിലെ കാര്യങ്ങൾ നമ്മൾ എടുക്കുകയും കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രലിൽ മഹാദേവപുര ഒരു സാമ്പിളായിട്ട് എടുക്കുകയും ചെയ്തത്. ബാംഗ്ലൂർ സെൻട്രലിൻ്റെ പ്രത്യേകത ഇന്നലെ പറഞ്ഞു. 6 നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് ഏകദേശം 6 നിയോജക മണ്ഡലങ്ങൾ എണ്ണിക്കഴിയുമ്പോൾ 82,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് നിൽക്കുന്നിടത്താണ് 7ാമത്തെ ഒറ്റ നിയോജക മണ്ഡലത്തിൽ നിന്ന് BJP 1.25 ലക്ഷത്തിനടുത്ത് മെജോറിറ്റി പിടിക്കുകയും ആ 82,000 ഭൂരിപക്ഷത്തെ മറികടന്ന് 32,000 വോട്ടിന് വിജയിക്കുകയും ചെയ്തത്. അതാണ് അവിടെ ഉണ്ടായിരുന്ന അസ്വാഭാവികത. അതുകൊണ്ടാണ് ആ പ്രത്യേകമായി ആ വോട്ട് ഒരു സാമ്പിൾ എന്ന കണക്ക് അതെടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞത്. ഇന്നലെ ഞാൻ ഇനി അതിനകത്തേക്ക് വിശദമായിട്ട് പോകുന്നില്ല, കാരണം ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ കണ്ടതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വലിയ അസ്വാഭാവികത. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഈ രാജ്യത്തെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഭരണഘടനാ സംവിധാനത്തിന് എതിരെ ഒരു ആരോപണം കൃത്യമായിട്ട് ഉന്നയിക്കുമ്പോൾ അതിൽ വസ്തുതാപരമായിരിക്കണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് 6 മാസം ഈ പറയുന്ന കെട്ടുകണക്കിന് പേപ്പറുകൾ ഇലക്ട്രോണിക്കായിട്ട് വായിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ കൊടുത്ത പേപ്പറുകൾ പഠിച്ച് അത് രാഹുൽ ഗാന്ധിക്ക് ബോധ്യം വരാൻ ഇതെടുക്കേണ്ടി വന്നു എന്നുള്ളതല്ല, മറിച്ച് 6 മാസത്തെ കഠിന പ്രയത്നത്തിലോടുകൂടി രാഹുൽ ഗാന്ധിക്ക് ബോധ്യമുണ്ടായിരുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യം വരുന്ന രീതിയിൽ, ഈ രാജ്യത്തെ മാധ്യമങ്ങൾക്ക് ബോധ്യം വരുന്ന രീതിയിൽ, ഈ രാജ്യത്ത് മറ്റു സംവിധാനങ്ങൾക്ക് ബോധ്യം വരേണ്ടത്തക്ക രീതിയിൽ അത് പഠനത്തിന് വിധേയമാക്കി കൃത്യമായ തെളിവുകളോടുകൂടി ആധികാരികമായി ആ 200-300 വരുന്ന മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. അതല്ലാതെ പലപ്പോഴും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ ഏതോ രാഹുലിന് തോന്നുന്ന വിഭ്രാന്തിയായോ അല്ലെങ്കിൽ പരാജയപ്പെടുന്നതിലുണ്ടാവുന്ന വൈഷമ്യമായോ ഒക്കെ തള്ളിക്കളയുന്ന മാധ്യമങ്ങൾക്കും BJPക്കും ഇന്ന് ആ മുന്നോട്ട് വന്ന തെളിവുകളെ നിഷേധിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് അദ്ദേഹം ഇതിനകത്ത് അർപ്പിച്ച മനസ്സാണ്. ഇന്നലെ നിങ്ങൾ ആ വാർത്താ സമ്മേളനം കാണുന്നവർ മനസ്സിലായിട്ടുണ്ടാവും. ഓരോ സ്ലൈഡിലെ ഓരോ പോയിന്റും ഹൃദയസ്ഥമാക്കി ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഏത് പോയിന്റാണ് എന്നുള്ളത് ഉൾപ്പെടെ പറഞ്ഞത് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം എഫേർട്ട് അതിനകത്ത് ഇട്ടുകൊണ്ട്, അതുകൊണ്ടാണ് നിഷേധിക്കാൻ കഴിയാത്തത്. നോക്കൂ, ദേശീയ മാധ്യമങ്ങൾ പലപ്പോഴും BJPക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ദേശീയ മാധ്യമങ്ങൾ പോലും ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരു റൂമിൽ തന്നെ 80-ന് മേൽ വോട്ടുകൾ ചേർത്തിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് ഉന്നയിച്ച വീടിൽ പോയി ഇന്ന് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അവിടെ സ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ ചെല്ലുന്ന മനുഷ്യൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. ഒരൊറ്റ മുറി വീട്. അവസാനം ആ വീടിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ജയറാം റെഡ്ഡി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ആ ജയറാം റെഡ്ഡിയെ വിളിച്ചു ചോദിക്കുമ്പോൾ അദ്ദേഹം BJPക്കാരനാണ്. അപ്പം ഇത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നടത്തിയിട്ടുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ച് നിഷേധിക്കാനാവാത്ത തെളിവുകൾ മുന്നോട്ട് വെച്ചിരിക്കുക. ഒരു നീതിയുക്തമായിട്ട് പ്രവർത്തിക്കുന്ന, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ ചെയ്യേണ്ടത്? രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിനെ സംബന്ധിച്ചാണെന്നുള്ളതും ആ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ കസ്റ്റോഡിയൻ തങ്ങളാണെന്നുള്ളതും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണമെങ്കിൽ അപേക്ഷ ലഭിക്കുമ്പോൾ ബൂത്ത് ലെവൽ ഓഫീസറെ കൊണ്ട് അന്വേഷണം നടത്തി ആ മേൽവിലാസത്തിൽ ചെന്ന് അവരുടെ രേഖകൾ പരിശോധിച്ച് അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ പാടുള്ളൂ എന്ന് നിയമം അനുശാസിക്കുന്നിടത്ത് അതിലുള്ള പിഴവുകൾ ഞങ്ങളുടെ പിഴവാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പത്രസമ്മേളനത്തിന് ശേഷം രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അന്വേഷിക്കുകയും കുറ്റക്കാർക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കുകയും ചെയ്യും എന്ന് ഈ രാജ്യത്തോട് പറയേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതെന്താ? 1.25 മണിക്കൂർ നീറുന്ന ആ പത്രസമ്മേളനം നടക്കുന്നതിന് മുമ്പ്, അത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് മുഴുമിപ്പിക്കാൻ പോലും കാത്തിരിക്കാതെ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കൊടുക്കാനാണ് ആ കമ്മീഷൻ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ സത്യമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യമുണ്ടെന്നുള്ളതും അത് തങ്ങളുടെ കുറ്റമാണെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ
എന്നാൽ അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി ആ മെസ്സഞ്ചറെ ഷൂട്ട് ചെയ്യുക എന്നുള്ള സംഘപരിവാറിന്റെ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധപ്പതിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. ഞങ്ങൾ TN ശേഷനെ പോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരോട് നിയോഗിച്ച് അവർക്ക് എല്ലാ അധികാരവും നൽകി ഈ രാജ്യത്തെ ഏറ്റവും പഴയ അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ള പാർട്ടിയെ പോലും ചോദ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവർക്ക് ശാക്തീകരണം കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് വിശ്വാസ്യത നൽകിയ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇന്ന് ആ സംവിധാനത്തിനെതിരെ പുറത്തിറങ്ങേണ്ടി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരൂ എന്നുള്ളത് ഏറ്റവും വലിയ അപമാനകരമോ അല്ലെങ്കിൽ ഒരു മനസ്സുകൊണ്ട് വിഷമുണ്ടാക്കുക. പക്ഷേ രാജ്യത്തെ രക്ഷിക്കാൻ ഇന്ന് മറ്റൊരു മാർഗമില്ല. തെരുവിലേക്ക് ജനങ്ങൾ ഇറങ്ങിയാൽ മാത്രമേ ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയൂ എന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ശരി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇന്നലെ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഒരു ഡിന്നർ ക്ഷണിച്ചിരുന്നു ഇന്ത്യ പാർട്ടി നേതാക്കളുടെ. അതിൽ CPM-ന്റെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. പക്ഷേ ഈ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയത്തെക്കുറിച്ചൊരു പ്രതികരണം അല്പം മുമ്പാണ്, 2-3 മണിക്കൂർ മുമ്പാണ് MA ബേബിയുടെ ഒരു പോസ്റ്റായിട്ട് പുറത്തു വരുന്നത്. രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്, വിശദീകരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് അതിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം ബീഹാറിൽ നടക്കുന്ന ഈ SIR പ്രോസസ്സിനെ കുറിച്ച് അതിരൂക്ഷമായ വിമർശനങ്ങളും കൺസേണും CPM പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ ഉയർത്തുന്നുണ്ട് ഇന്ന് തന്നെ. ഇക്കാര്യത്തിൽ കേരളത്തിൽ നിന്ന് കാര്യമായ പ്രതികരണമൊന്നും നാം കാണുന്നുമില്ല. കാരണം കേരളത്തിൽ നിന്ന് പ്രതികരണമില്ല എന്ന് പറയുമ്പോൾ തന്നെ CPI-യുടെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഇന്നലെ തന്നെ പറഞ്ഞു തൃശ്ശൂരിൽ ഈ പണി നടന്നിട്ടുണ്ട്, തൃശ്ശൂരിൽ വ്യാജമായി വോട്ടുകൾ ചേർത്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് ഹിതം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതിനോട് ഒരു തണുപ്പൻ സമീപനം കേരളത്തിൽ നിന്നുണ്ടാവുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഈ തൃശ്ശൂർ ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ? അജിംസെ, ആദ്യമായി തന്നെ ഈ വിഷയത്തെ ഒരു CPM-ന്റെ പ്രശ്നമായിട്ട് പരിമിതപ്പെടുത്തി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. CPM ഒരു ദേശീയ പാർട്ടിയാണ്. ഈ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾക്കും എത്രയോ മുമ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ, വോട്ട് ചേർക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലെ BJP-യുടെ സംഘപരിവാറിൻ്റെ അവിഹിതമായ ഇടപെടലിനെക്കുറിച്ച് എത്രയോ കാലമായി ഈ രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് CPM. 2003 നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതിനുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ രാജ്യത്തെ പരമോന്നത കോടതിയുടെ ഒരു പ്രതിനിധി, ജുഡീഷ്യറിയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു. ആ പ്രതിയെ മാറ്റാൻ വേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്തു ഈ രാജ്യത്ത്. ഈ വിഷയങ്ങളെല്ലാം തന്നെ എന്താണ്, തെരഞ്ഞെടുപ്പിനെ പോലും തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായ ഒരു അട്ടിമറി നീക്കമാണ്, ഗൂഢാലോചനയാണെന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് ഏറ്റവും വേഗത്തിൽ ഏറ്റവും നന്നായി പറഞ്ഞ പാർട്ടി CPM-ആണ്. അതുകൊണ്ട് ഇതിന് CPM-ന് ഒരു മൃദു സമീപനമുണ്ടോ, പ്രതികരണമുണ്ടോ എന്നുള്ളതല്ല. അജിംസേന ഈ ചർച്ചയിൽ രാജു P. നായരോട് ചോദിച്ചല്ലോ, ഇത് രാഹുൽ ഗാന്ധിയല്ല ഈ രാജ്യത്തെ മാധ്യമപ്രവർത്തകരും. കാരണം 2019 മിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഭരണത്തുടർച്ചയുണ്ടായിരുന്ന സന്ദർഭത്തിൽ, നമുക്കെല്ലാവർക്കും അറിയാം, ആ ഭരണത്തുടർച്ചയുണ്ടായിരുന്ന സന്ദർഭത്തിൽ രാജ്യത്തെ മൊത്തം വോട്ടിനേക്കാൾ എത്രയോ അധികം വോട്ട് പോൾ ചെയ്യപ്പെട്ടതായി കണക്കുകൾ വന്നു. ഈ പ്രശ്നങ്ങളൊക്കെ രാജ്യം വിവാദപരമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ രാജ്യത്ത് ഭരിക്കുന്നത് BJP എന്ന് പറയുന്ന പാർലമെൻ്ററി ജനാധിപത്യം അംഗീകരിക്കുന്ന ഒരു സാധാരണ പാർട്ടിയല്ല. BJPക്ക് പിറകിലുള്ളത് RSS ആണ്. RSSനെ സംബന്ധിച്ച് ഒരു സംശയവും ഇല്ലാതെ നമുക്കെല്ലാവർക്കും അറിയാം, അവർ പാർലമെൻ്ററി ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. പാർലമെൻ്ററി ജനാധിപത്യ ശക്തവും രൂഢമാലവുമായിരിക്കുന്ന ഇന്ത്യ പോലുള്ളൊരു സമൂഹത്തിനകത്ത് 30കളിൽ യൂറോപ്പിന് സമാനമായ രീതിയിൽ, യൂറോപ്പിൽ ഹിറ്റ്ലറും മുസോളിനിയൊക്കെ ചെയ്തതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിനെ അവർ ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിനെ അവർക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ ശരിയായ ജനഹിതത്തെ അവർ അട്ടിമറിക്കും. ആ ജനഹിതത്തെ അട്ടിമറിക്കാനുള്ള അവരുടെ ഗൂഢാലോചനാപരമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ ഇപ്പം നരേന്ദ്രമോദിയും മിസ്റ്റർ അമിത്ഷയാണ് അതിനെ നയിക്കുന്നത്. സെൻട്രൽ സർവീസിൽ നിന്നൊരു ഉദ്യോഗസ്ഥനാണ്. പിന്നെയുള്ളത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ 2023 തന്നെ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്താണ്. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ സ്വാധീനിക്കാം? BJP പോലുള്ളൊരു രാഷ്ട്രീയ പാർട്ടി തീർച്ചയായിട്ടും അതൊരു ഫാസിസ്റ്റ് ഓർഗനൈസേഷനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ഈ രീതിയിൽ ഇടപെടലും ആ ഇടപെടലുകൾക്കെതിരായിട്ട് അതിശക്തമായ ബഹുജന പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരണം. ഇവിടെ മറ്റൊരു തരത്തിൽ തെരഞ്ഞെടുപ്പ് പട്ടികയിലെ വോട്ടേഴ്സ് ലിസ്റ്റിലെ കുഴപ്പങ്ങൾ പരിഹരിക്കാൻ, ക്രമവിരുദ്ധത പരിഹരിക്കാൻ, അതാണല്ലോ ബീഹാറിൽ BJPക്കാർ തന്നെ പറയുന്നത്. എന്താണ്, അവിടെ തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ വലിയ ക്രമവിരുദ്ധതയുണ്ട്, അവിടെ അനാവശ്യമായ ആളുകൾ ചേർന്നിട്ടുണ്ട്, നിരവധി ബംഗാളികൾ ചേർന്നിട്ടുണ്ട്, കുടിയേറ്റക്കാർ ചേർന്നിട്ടുണ്ട്, അവരെയൊക്കെ ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അവിടെ വെച്ചിരിക്കുന്നത്.
അപ്പം വോട്ടേഴ്സ് ലിസ്റ്റ് തങ്ങൾക്കാവശ്യമായ രീതിയിൽ എങ്ങനെ മാറ്റാം? ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ ദേവപുരിയായി ബന്ധപ്പെട്ട് നടത്തിയ വോട്ടേഴ്സ് ലിസ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണത്തിൽ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. ഇപ്പോൾ ഫോറം 6 അനുസരിച്ച് എന്താണ് പുതിയ വോട്ടർമാർ എണ്ണിരുന്നത്, അതിൽ 90 വയസ്സുകാരൻ്റെ പേരുണ്ട്. ഒരു ആളുകൾ താമസമില്ലാത്ത സ്ഥാപനത്തിൻ്റെ പേരിൽ പോലും എന്താണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്ന എന്താണ്? കൃത്യമായി പ്ലാൻ ചെയ്ത് തങ്ങൾക്കാവശ്യമായ രീതിയിൽ വോട്ടേഴ്സ് ലിസ്റ്റ് സ്വയനെ അവർ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നീക്കമാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു പാർലമെൻ്ററി ജനാധിപത്യ ക്രമം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന സ്തംഭമായിരിക്കുന്നത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്യുന്ന വോട്ടേഴ്സ് ലിസ്റ്റാണ്. ഇതിൽ തന്നെ കയറിയാണ് അട്ടിമറി നടത്തിയിരിക്കുന്നത്. ഇത് നമുക്കെല്ലാവർക്കും ഏറിയും കുറഞ്ഞും അറിയാവുന്ന രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വൃത്തങ്ങൾ, ജനാധിപത്യ വൃത്തങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനെതിരായിട്ട് ഞാൻ ഇടപെടിയ ഒരു കാര്യം ചോദിച്ചു, ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. 2014 മുതൽ വ്യത്യസ്ത ഏജൻസികൾ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുന്നുണ്ട് എന്ന് തെളിവ് സഹിതം, ചില സൂചനകൾ സഹിതം ആരോപിക്കുന്നുണ്ട്. റിസർച്ച് പേപ്പറുകൾ വരെ വന്നിട്ടുണ്ട് വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്. അപ്പോഴൊന്നും CPM അക്കാര്യം പിന്തുണയ്ക്കുകയോ അത് റേസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. പകരം പറഞ്ഞത് VVPAT എണ്ണുന്ന കാര്യത്തിൽ കൃത്യത വേണം എന്ന് നിരന്തരം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ 2021 അങ്ങ് പറഞ്ഞു 2019 ആ വലിയ വോട്ട് ഗ്യാപ്പ് വന്ന സമയത്തും സുതാര്യത വേണം, VVPAT കൃത്യമായി എണ്ണണം എന്നൊക്കെയുള്ള ആരോപണം ഉയർത്തിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ വിഷയം തെളിവ് സഹിതം പുറത്തുവിടുമ്പോഴാണ് CPM-നും പ്രതികരിക്കേണ്ടി വരുന്നത്. അതായത് ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുന്നത് VVPAT-ന്റെ പ്രശ്നമായോ അങ്ങനെ എന്തോ ചെറിയ പ്രശ്നമായാണോ CPM കണ്ടത്? അല്ല, അങ്ങനെയല്ല. CPM അങ്ങനെയല്ല കണ്ടത്. CPM ഒരു ഫാസിസ്റ്റ് ഓർഗനൈസേഷൻ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന അധികാരശക്തിയായി നമ്മുടെ രാജ്യത്ത് മാറിയിരിക്കുകയാണ്. ആ അധികാരശക്തിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ എന്തെങ്കിലും നൈതികതയോ ധാർമ്മികതയോ അല്ല അവരെ നയിക്കുന്നത്. അവർക്ക് ജനാധിപത്യത്തോട് ഉത്തരവാദിത്തമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അധികാരം നേടണമെന്നുള്ളതാണ്. അതിനുവേണ്ടി എന്തും ചെയ്യും. ജൂതരെ കൂട്ടത്തോടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ നാസി റാഷിസത്തിൻ്റെതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇടപെടലുകൾ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലാണ് ബീഹാറിൽ ഇടപെടുന്നത്. ബീഹാറിൽ ഇടപെടലാണ് ഭീകരം. അത് നമ്മൾ കാണണം. ഒരു സാധാരണ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ അട്ടിമറിയില്ല. അത് വളരെ വംശീയമായ, മതപരമായ, തങ്ങൾക്കനവിമതരായ ജനസമൂഹങ്ങളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള ആസൂത്രിത നീക്കമാണ്. അത് NRC-യുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ സഖാവ് MA ബേബിയുടെ പ്രസ്താവനയിൽ അതാണല്ലോ പ്രാധാന്യം കൊടുത്തത് എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനമാണ്. സംഘപരിവാറിൻ്റെ ഒരു മതവംശീയ രാഷ്ട്രവാദ അജണ്ടയിൽ നിന്നാണ് അത്തരം ഇടപെടൽ നടത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയത്ത് രാജ്യത്താകെ ആ ഇടപെടൽ നടത്താൻ ഇവർക്ക് അവസരം 3-ാം തവണ മോദി വരാൻ കാരണം ഈ ക്രമക്കേടാണ് എന്ന അതിലും ഗുരുതരമായ ഒരു പ്രശ്നം രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത്. അല്ല, അതൊരു സംവിധാനത്തെ ആകെ ജനാധിപത്യ വിരുദ്ധ ശക്തികൾ കയ്യിലെടുക്കുമ്പോൾ അവർക്കതിൻ്റെ അധികാരമുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റിൽ അവർക്കുള്ള ഭൂരിപക്ഷമുണ്ട്. സെലക്ഷൻ കമ്മിറ്റി നിയമത്തിൽ അവർക്ക് അമെൻമെൻറ്റ് ചെയ്യാൻ നടത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു ദുരവസ്ഥയിലാണ് രാജ്യമുള്ളത്. ആ ദുര്യോഗത്തെ ഇച്ഛാശക്തിയോടുകൂടി നേരിടുക എന്നുള്ളതാണ്. അല്ലാതെ ആ അവസ്ഥയെ, ആ ദുരന്തപൂർണമായ അവസ്ഥയെ നമ്മൾ നിരാശയോടുകൂടിയോ അല്ലെങ്കിൽ കക്ഷികൾ തമ്മിലുള്ള തർക്കമാക്കി മാറ്റിയിട്ട് ചർച്ച ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതിനെ ഇച്ഛാശക്തിയോടുകൂടി, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നേരിടാനുള്ള രാഷ്ട്രീയ മുന്നേറ്റമാണ് ഉണ്ടാവേണ്ടത്. ഇന്ത്യ മുന്നണിക്കകത്ത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യോജിച്ച പ്രക്ഷോഭങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അതാണല്ലോ ഇപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ബീഹാറിൽ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പാറ്റ്നയിലേക്ക് ഇന്ത്യൻ ദേശീയ നേതൃത്വം ഒന്നാകെ ഒന്നിച്ചുകൂടിയില്ലേ? പാറ്റ്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് വലിയ ബഹുജന മാർച്ച് നടന്നില്ലേ? രാജ്യത്തിൻ്റെ പ്രതിഷേധം ഉയർന്നു വന്നില്ലേ? ആ പ്രതിഷേധം എവിടെയെങ്കിലും പരിമിതപ്പെടുത്താൻ കഴിയുന്നതല്ല. BJP ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിക്കുകയാണെന്ന തിരിച്ചറിവിലൂടെ അത് പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായി ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്താകെ പ്രക്ഷോഭം വികസിപ്പിക്കേണ്ടതുണ്ട്. ആ പ്രക്ഷോഭത്തിലേക്ക് ജനങ്ങളെ ആകെ കൊണ്ടുവരണമെങ്കിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിൽക്കണമെന്നുള്ളതാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ ഐക്യം ഉണ്ടാകണമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഇപ്പോൾ ഹരിയാന, മഹാരാഷ്ട്ര, അതേപോലെ തന്നെ കർണാടക, ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് യോജിച്ച പ്രവർത്തനമുണ്ടെങ്കിൽ മാത്രം, വോട്ടിൻ്റെ പോളറൈസേഷൻ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വം നടത്താനുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, ജനകീയ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് ഉയർന്നു വരണം. ആ ജനകീയ ശക്തിക്കകത്ത് വിള്ളലുണ്ടാക്കാൻ ആരുടെയും അധികാരമോഹവും സ്ഥാനമോഹവും സീറ്റ് മോഹവും ഒന്നും തടസ്സമായി നിന്നുകൂടാ. വളരെ 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 അപകടകരമായ ഒരു ചരിത്രസന്ധിയിലാണ് നമ്മുടെ രാജ്യമെന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. നമുക്കിടയിൽ പരസ്പരം തർക്കിച്ച് തീർക്കാവുന്ന പ്രശ്നമല്ല, നമ്മൾ യോജിച്ച് ഇന്ന് പോരാടി തീർക്കാവുന്ന പ്രശ്നമാണ്. തിരിച്ചറിവ് നമുക്ക്. ശരി, ഞാൻ അടുത്ത ഘട്ടത്തിൽ അങ്ങേലേക്ക് വരാം. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ
ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്തുകയും അതിനെ പ്രൊട്ടസ്റ്റിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കൗണ്ടബിൾ ആക്കാനുള്ള ഒരു ശ്രമമാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും നടത്തുന്നത് എന്നാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നത്. ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് മറ്റൊന്നാണ്. മുമ്പ് ഇവിടെ കെ ടി കുഞ്ഞുങ്ങൾ സൂചിപ്പിച്ചതുപോലെ ബീഹാറിലെ SIR പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇതിനെ നിലവിൽ തന്നെ ഇലക്ഷൻ കമ്മീഷനിലെ നിയമന രീതിയെക്കുറിച്ചുള്ള ആശങ്ക, നിയമപരമായ ആ പ്രശ്നം നിലനിൽക്കുന്നു. മറുവശത്ത് അതേ കമ്മീഷൻ ചെയ്യുന്ന ചില സുതാര്യമല്ലാത്ത ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ തെളിവ് സഹിതം ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ഇവിടെ ഇന്ത്യ മുന്നണിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രഥമ ചോയ്സ് ഇതിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ്. അതിന് നിയമപരമായി നേരിടാനുള്ള റൂമുകൾ ഏതൊക്കെയാണ്? അതിന് സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ് ആദ്യം സ്വീകരിക്കേണ്ട വഴി? ഇത് രാഷ്ട്രീയവും നിയമവും വേറെ വേറെ ആണെന്നൊരു ധാരണയിലാണ് ആ ചോദ്യം. അങ്ങനെ വലിയൊരു ടൈറ്റായിട്ട് കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിട്ടില്ല. കാരണം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 324 ഇന്ത്യയിൽ നടത്തുന്ന ഓരോ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ സുതാര്യമായിട്ട് നടത്താനായിട്ട് ഭരണഘടനയിൽ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അന്നത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ഈ ഇമ്പാർഷ്യലായിട്ട് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്ന ഒരു സ്ഥാപനം. അത് ആദ്യകാലങ്ങളിലൊക്കെ വളരെ ഇമ്പാർഷ്യലായിട്ട് വർക്ക് ചെയ്യുകയും ലോകത്തുള്ള ബാക്കി ജനാധിപത്യ രാജ്യങ്ങൾക്കൊക്കെ ഒരു മാതൃകയായിട്ട് സുകുമാർ സെൻ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ, പിന്നീട് നമുക്കറിയാം മലയാളിയായിട്ടുള്ള TN ശേഷൻ ഉണ്ടായിട്ടുണ്ട്, JM ലിംഗ്ദോ, SY ഖുറേഷി, അതുപോലുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണർമാരൊക്കെ ഇരുന്ന ഒരു സ്ഥാപനം. അത് ഈ വിദേശത്തു നിന്നൊക്കെ ആളുകൾ വന്ന് വേറെ ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് അത്ഭുതമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഇത്ര സ്മൂത്ത് ആയിട്ട് ഇലക്ഷൻ നടത്തുന്നു. ഇലക്ഷനിലൊരു അധികാരം വളരെ സൈലന്റ് ആയിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്നു. ഇന്ദിരാഗാന്ധിയെ പോലുള്ളവർ പോലും ഇലക്ഷന് പരാജയപ്പെട്ട് കഴിയുമ്പോഴേക്കും അത് അധികാരം അടുത്ത ജനസമിതി മാനിച്ചുകൊണ്ട് ഇറങ്ങിക്കൊടുക്കുകയാണ്. പക്ഷെ അത് അട്ടിമറിക്കപ്പെടുന്നു എന്നൊരു ധാരണ കുറച്ച് നാളായിട്ടൊരു പേടി, ഒരു ഭയം പല പല സംഭവ വികാസങ്ങളിലൂടെ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല, കുറച്ച് നാളായിട്ട് നമ്മൾ പല രീതിയിൽ, താങ്കൾ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നപ്പോൾ അതിൽ മാനിപ്പുലേഷൻ നടക്കാനുള്ള സാധ്യത, അത് കോടതിയിൽ ചോദ്യം ചെയ്യുന്നു. നിയമപരമായിട്ട് അങ്ങ് പറഞ്ഞതുപോലെ നിയമപരമായിട്ട് ചാലഞ്ച് ചെയ്യുമ്പോൾ അവിടെയുള്ള പ്രശ്നം വളരെ സാങ്കേതികമായിട്ട് കോടതിയിൽ ഒരു കാര്യം സംശയത്തിന് അതീതമായിട്ട് തെളിയിച്ചാൽ മാത്രമേ അത് കോടതിക്ക് അതിൽ ഇടപെടാൻ കഴിയൂ. അപ്പൊ അങ്ങനെ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പല പല സംശയങ്ങൾ, പല മാനിപ്പുലേഷനുള്ള സാധ്യതകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങൾ ആരുടെ കയ്യിലാണോ തെളിവുള്ളത്, ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച് ഇലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അതോറിറ്റി ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ്. അവര് അതിന്റെ ക്രെഡിബിലിറ്റി ഊന്നി പറയുകയാണ്, അതിൽ പ്രശ്നങ്ങളില്ല, അതിൽ ചെറിയ തകരാറുകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് നോക്കി നിന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലാക്കുന്നത് ഇന്ത്യ മുന്നണിയും അത് എഗ്രി ചെയ്യുന്നു തോന്നുന്നു. അതായത് 2024 ഇലക്ഷന്റെ റിസൾട്ട് ഏകദേശം എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതിലൊരു തിരിച്ചുപോക്കുണ്ടാകുമെന്നോ ഈ തെളിവുകൾ പുറത്തു വന്ന സ്ഥിതിക്ക് ആ ഇലക്ഷൻ അസാധുവാക്കുമെന്നോ ആർക്കും ഒരു ധാരണയില്ല. പക്ഷെ വേണ്ടത് എന്താണ്? മുന്നോട്ട് ഇനി ഇലക്ഷൻ വരാൻ പോകുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബീഹാർ ഇലക്ഷന് മുമ്പായിട്ട് അവിടെ ഇന്റൻസീവ് ആയിട്ടൊരു റിവിഷൻ നടക്കുന്നു. അപ്പൊ അവിടെ SIR നടക്കുന്നു. അതിൽ മാനിപ്പുലേഷൻ നടക്കാനുള്ള സാധ്യതകളുണ്ടോ? അവിടെ ഏതെങ്കിലും രീതിയിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പേരുകൾ വെട്ടി മാറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇല്ലാത്ത ആളുകളെ ചേർത്തുകൊണ്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ, അതൊന്ന്. അത് പ്രതിപക്ഷ കക്ഷികൾക്ക് വലിയൊരു ഭയമാണ്. കാരണം ഭരണത്തിലിരിക്കുന്നവർക്ക് എപ്പോഴും ഈ മെഷീനറി എടുത്ത് ഉപയോഗിക്കാനുള്ള കൂടുതൽ അധികാരം കയ്യിലിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷണർമാരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷൻ കമ്മീഷണർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു സുതാര്യമായിട്ടുള്ള ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു ബോഡി വേണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേസ് വന്ന് അത് സുപ്രീം കോടതി ഒരു അനൂപ് ബർണിവാൾ എന്ന് പറയുന്ന കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും ഉൾപ്പെടുന്ന ഒരു സമിതി വേണം ഇലക്ഷൻ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കാൻ എന്ന് പറഞ്ഞു. ആ വിധി മറികടക്കാൻ വേണ്ടി പാർലമെന്റ് ഒരു നിയമം പാസാക്കി. ആ നിയമത്തില് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു മന്ത്രിയും കൂടിയാണ്. അപ്പൊ എഫക്റ്റീവ്ലി ആ മന്ത്രി എന്ന് പറയുമ്പോൾ 2:1 ആയി. അപ്പം ഇൻ എഫക്റ്റ് ഗവൺമെന്റ് തീരുമാനിക്കുന്ന ആൾ ഇലക്ഷൻ കമ്മീഷണറായിട്ട് വരുന്നു. 1. 2, ഇവര് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് പഴയ പോലെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നവരാണോ അതോ വിധേയരായിട്ട് നിൽക്കുന്നവരാണോ? ആ ചോദ്യം അവിടെ വരുന്നു. കാരണം നമ്മൾ ഇതിനു മുമ്പ് കുറച്ചുനാൾ മുമ്പ് ഒരു ന്യൂസ് കണ്ടിരുന്നു.
സുശീൽ ചന്ദ്ര എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണർ, അദ്ദേഹവും ബാക്കി ഇലക്ഷൻ കമ്മീഷണർമാരും പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ പോയി മന്ത്രിമാരെയൊക്കെ കണ്ട് ചർച്ച നടത്തുകയാണ്. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇമ്പാർഷ്യൽ ആയിട്ട് ജോലി ചെയ്യേണ്ട ഒരു കമ്മീഷണർമാര് അവരെന്തിനാണ് മന്ത്രിമാരുമായിട്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ ചർച്ച ചെയ്യാനായിട്ട് ഒരു ക്ഷണം സ്വീകരിച്ചു പോകുന്നത്? നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഇമാജിൻ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. TN ശേഷന്റെ സമയത്തോ ലിങ്ഡോയുടെ സമയത്തോ SY ഖുറൈഷിയുടെ സമയത്തൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നില്ല. അപ്പോൾ നടക്കാത്ത അസാധാരണമാം വിധമുള്ള അന്യായമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ രാഹുൽ ഗാന്ധി ഇന്നലെ ചൂണ്ടിക്കാണിച്ച ഓരോ കാര്യങ്ങളും നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യ ടുഡേയും NDTVയും ഒക്കെ ഫാക്ച്വൽ അത് ശരിയാണോ എന്ന് വെരിഫിക്കേഷൻ നടത്തിയിട്ട് പലയിടത്തും ഈ അഡ്രസ് ഒക്കെ കൊടുത്തിരുന്നിടത്ത് പോയി ചെക്ക് ചെയ്തു. അപ്പൊ ചെറിയൊരു വീട് അല്ലെങ്കിൽ ഒരു വീട് പോലും അല്ലാത്ത ചെറിയൊരു കെട്ടിടം, അവിടെ 65 പേരുടെയും 80 പേരുടെയും ഒക്കെ അഡ്രസ്സ് കൊടുത്തിരിക്കുകയാണ് ഒരേ ഒരു അഡ്രസ്സിൽ. അതേപോലെ ഒരു പേര് കൊടുത്ത് എന്തോ ഒരു ശ്രീവാസ്തവ, അത് 3 മണ്ഡലങ്ങളിൽ പേരുണ്ടെന്ന് പറയുന്നു, UP-യില്, മഹാരാഷ്ട്രയില്, കേരളത്തില്. ആ പേര് പരിശോധിച്ച് അതിനെപ്പറ്റി ഫാക്ട് ചെക്ക് നടത്തി. അതിനകത്ത് പറയുന്നത് അയാള് മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു, UP-യിലുണ്ടായിരുന്നു, അവിടുന്ന് പേര് മാറാതെ ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ പേര് ചേർത്തിരിക്കുന്നു, മറ്റിടത്ത് വോട്ട് ചെയ്തില്ല എന്നൊരു വെർഷൻ. പക്ഷെ എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ പേര് റീറ്റെയിൻ ചെയ്യുന്നത്? ഇത് ഒരു ചെറിയ എക്സാമ്പിൾ ആണ്. ഈ തെളിവുകളും ഈ രേഖകളും മുഴുവൻ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലാണ്. ഇതെല്ലാം ചോദിക്കുമ്പോൾ കൊടുക്കുന്നത് എന്താണ്? ഹാർഡ് കോപ്പിയാണ് കൊടുക്കുന്നത്. രാഹുൽ ഗാന്ധി ചോദിച്ച ഒരു കാര്യം ശരിയല്ലേ? സാധാരണക്കാരനായ ഒരു പൗരന് കഴിയാത്തൊരു കാര്യം. ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ 10-35 പേര് ഒരുമിച്ചിരുന്ന് 6 മാസത്തോളം പണിപ്പെട്ടാണ് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ റെക്കോർഡായിട്ട് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഇത് പരിശോധിക്കാൻ ഒരു അവസരം കിട്ടും. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? നമുക്ക് മിടുക്കരായിട്ടുള്ള ഡേറ്റ സയന്റിസ്റ്റുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. ആർക്കും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് തുറന്ന് ഈ കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ? അതിന് പറയുന്ന കാരണം വളരെ അന്യായമായിട്ടുള്ള കാരണമാണ്. ആളുകളുടെ വ്യക്തികളുടെ രഹസ്യം, അത് പ്രൈവസി ചോർന്നു പോകാതിരിക്കാനാണെന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ ആർക്കും അറിയാൻ മേലാത്തതല്ല. പൗരന്മാരുടെ പേര്, അഡ്രസ്സൊക്കെ ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർക്ക് അത് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അടുത്തത്, ഈ CCTVയും വീഡിയോ എവിഡൻസും എന്തുകൊണ്ട് ശേഖരിച്ച് വെക്കുന്നില്ല? ഈ ചോദ്യങ്ങൾ, ഓരോ ചോദ്യങ്ങളും വളരെ നിരുത്തരവാദപരമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇതിനൊന്നും മറുപടി പറയാതെ ആ റൂൾസിനകത്തെ 20 സബ് ക്ലോസ് 3 ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാനാണ് പറയുന്നത്. ഇന്നലെ കപിൽ സിബലിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചത്, ഈ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് ഒരു തീരുമാനം എടുക്കാനുള്ള സമയം കഴിഞ്ഞു. അപ്പൊ 2024 ഇലക്ഷന്റെ കാര്യത്തില് രാഹുൽ ഗാന്ധി ഇപ്പൊ കൊണ്ടുപോയി അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ട് എന്താ ഉദ്ദേശത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നത്? വളരെ സുതാര്യമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സംവിധാനമാണ് ഇലക്ഷനെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ഒളിപ്പിക്കാനില്ല. നിങ്ങളുടെ തെളിവുകൾ കൊണ്ടുവരും നോക്കട്ടെ എന്ന് പറയും. ഇത് അവർ തന്നെ കൊടുത്ത തെളിവുകളാണ്. രാഹുൽ ഗാന്ധിക്ക് ഈ ഡേറ്റ മുഴുവൻ കൊടുത്ത ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഈ തെളിവുകൾ ശരിയാണോ എന്ന് പരിശോധിക്കട്ടെ. പരിശോധിച്ച് ഇതിനകത്ത് എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച കൊണ്ടാണ് ഇത് കൂട്ടിച്ചേർത്തപ്പെട്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എന്തുകൊണ്ട് എടുക്കുന്നില്ല? അല്ലെങ്കിൽ ഇത് മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തതാണെങ്കിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ബാധ്യതയുണ്ട്. ക്രിമിനൽ കേസുകൾ നിൽക്കും. ഇത് ഇവിടെ കൊണ്ട് നിൽക്കത്തില്ല. ഇത് ഇപ്പോൾ ജനങ്ങളുടെ മുന്നിലാണ്. പക്ഷെ ഇത് ക്രിമിനൽ കേസുകളായിട്ട് കോടതി വരാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇത് ഒരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കുന്നതിനപ്പുറം ഒരു ക്രിമിനൽ കേസായി മാറണമെങ്കിൽ നോക്കൂ, കർണാടകയിലെ മഹാദേവ്പുര എന്ന ഒരു അസംബ്ലി സീറ്റിലെ മാത്രം സ്പെസിമിനാണ് രാഹുൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. ഒരു FIR ഇടണ്ടേ? സമാനമായി ഇത്തരം അട്ടിമറികൾ നടത്തുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് കേസുകൾ ഉണ്ടാവണ്ടേ? നല്ലത് നിയമപരമായി മുന്നോട്ട് പോകും. എനിക്ക് തോന്നുന്നത് ഓരോ ഇൻസിഡന്റ് ആയിട്ട് പല കേസുകളായിട്ട് കോടതിയിൽ വരാനുള്ള സാധ്യത തുറന്നു കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ പടിയായിട്ട് ഇത്രയും ഹോംവർക്ക് ചെയ്ത് ഇന്റൻസീവ് ആയിട്ടൊരു സ്റ്റഡി നടത്തിയിട്ട് ഇത്രയധികം ഡേറ്റ ജനങ്ങളുടെ സമക്ഷം വെച്ചിരിക്കുകയാണ്. ഇത് നിയമത്തിനെ ചലിപ്പിക്കാൻ, ക്രിമിനൽ ലോ അത് ചലിപ്പിക്കാനായിട്ട് ആർക്കും കഴിയും. നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്. എനിക്ക് തോന്നുകയാണ്, ഞാനൊരു വോട്ടറാണ്, എന്റെ വോട്ട് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അഡ്രസ്സ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നു, എന്നെ ഇലക്ട്രൽ റോളിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു പറഞ്ഞാൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. പൗരബോധമുള്ള പൗരന്മാരുടെ കയ്യിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ കാര്യങ്ങൾ തുറന്നു കിട്ടിയിരിക്കുകയാണ്. ഒരു ഇലക്ഷൻ കമ്മീഷനിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കുക. കോടതികൾക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല. കോടതി തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും. കോടതിയിൽ തക്കതായിട്ടുള്ള കാരണങ്ങൾ കാണിച്ച് തെളിവ് സഹിതം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് വിശദീകരണം ചോദിക്കും. വിശദീകരണം ചോദിച്ചു കഴിഞ്ഞാൽ തക്കതായിട്ടുള്ള വിശദീകരണം ഒഴിവാക്കിയ കാര്യത്തിലല്ലേ ഒരാൾക്ക് കോടതിയെ സമീപിക്കാൻ കഴിയൂ? ഒഴിവാക്കിയ കാര്യത്തിൽ ഇതല്ലല്ലോ പ്രശ്നം. ലക്ഷക്കണക്കിന് വോട്ടുകൾ, ബോഗസ് വോട്ടുകൾ വന്നിരിക്കുകയാണ് ഇലക്ട്രൽ റോളിൽ. ബോഗസ് വോട്ടുകൾ പരിശോധിക്കേണ്ട ബാധ്യത ഇലക്ഷൻ കമ്മീഷനാണ്, ആദ്യത്തെ ബാധ്യത. കാരണം
ഇത് കയ്യിലുള്ള തെളിവുകളെല്ലാം കൊടുക്കുകയാണ്. പ്രതിപക്ഷ നേതാവാണ്, ബാലിശമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. പ്രതിപക്ഷ നേതാവ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ഒളിപ്പിക്കാനില്ലെങ്കിൽ അവരുടെ ബാധ്യതയാണ്. കാരണം തെളിവുകളും ഡേറ്റയും മുഴുവൻ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലാണ്. ഒരു സാധാരണ പൗരന് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഈവൻ ഒരു മുഖ്യ പ്രതിപക്ഷ കക്ഷി ആയിട്ട് കൂടി അവർക്ക് 6 മാസം എടുക്കേണ്ടി വന്നു ഇത്രയും കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ. അത് ഒരു മണ്ഡലത്തിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ ഡേറ്റ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ സംഭരിച്ച് വെക്കുന്നില്ല? എന്തുകൊണ്ട് വീഡിയോയും ബാക്കി എവിഡൻസും നശിപ്പിച്ച് കളയുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ട ബാധ്യത ഇവർക്കുണ്ട്. ഇന്നെങ്കിലും നാളെ ഇത് പല രീതിയിലും, രാഷ്ട്രീയ രീതിയിലും ആകാം, നിയമത്തിന്റെ മാർഗത്തിലൂടെയും ആകാം, പല ഘട്ടങ്ങളിലായിട്ട് മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം 2024 ഇലക്ഷന്റെ ഏതെങ്കിലും റിസൾട്ട് തുറന്നെടുക്കുക എന്നുള്ളതല്ല. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ, ഇനിയും ഇലക്ഷൻ കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നടപടികൾ, പ്രത്യേകിച്ച് ഈ ഇന്റൻസീവ് ആയിട്ടുള്ള റിവിഷൻ എന്ന് പറയുന്നത്, അതിനകത്ത് ഇനി ചെയ്യാൻ പോകുന്നത് പ്രതിപക്ഷ കക്ഷികൾ മുഴുവൻ പറയുന്നത് അകാരണമായിട്ട് ഒരുപാട് പേരുകൾ ഒഴിവാക്കാൻ പോവുകയാണ്. സുപ്രീം കോടതിയിൽ ആ കേസ് നിൽക്കുന്നുണ്ട്. അവിടെയും ഈ ചോദ്യം ഉയരും. എന്തുകൊണ്ട് ഈ ഡേറ്റ എല്ലാം എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഒരാൾക്ക് ഈസി ആയിട്ട് ബീഹാറിലെ തീവ്ര പരിശോധന ഇതിന്റെ സമയത്ത് രാഹുൽ നടത്തിയ വെളിപ്പെടുത്തൽ യഥാർത്ഥത്തിൽ ബീഹാറിൽ തീവ്ര പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കോടതിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുമെന്നാണ് പ്രശാന്ത് പത്മനാഭൻ പറയുന്നത്. ഞാൻ ശ്രീ രാജു പി നായർ, ഈ രാഹുൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരിൽ നിന്ന് വരുന്നൊരു സംശയവും ചോദ്യവുമാണ്. ഈ തെരഞ്ഞെടുപ്പ് പട്ടിക എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബൂത്ത് തല ഏജന്റുമാർ വഴി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതൊന്നും പരിശോധിക്കാതെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് 1 വർഷം കഴിയുമ്പോൾ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് നിങ്ങളുടെ കെടുകാര്യസ്ഥതയാണ്. അതേസമയം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് പരിശോധിച്ചതാ ഇത്രയും ബോഗസ് വോട്ടുകൾ ഇതിലുണ്ട്, കൃത്യമായ അഡ്രസ്സ് ഇല്ലാത്തവരുണ്ട്, പലർക്കും പല ബൂത്തുകളിൽ വോട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ തന്നെ ഉന്നയിച്ച് പരിഹാരം കാണാവുന്ന ഒരു വിഷയത്തെയാണ് ഇലക്ഷൻ കഴിഞ്ഞ് ജനവിധി അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞ് വീണ്ടും അതേക്കുറിച്ച് ചോദ്യം ഉന്നയിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ പാർട്ടികളായ നിങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ഈ ഗ്രൗണ്ട് ലെവലുള്ള പ്രവർത്തനത്തിലെ പോരായ്മ തന്നെയല്ലേ? അജിംസ്, നമ്മുടെ മാധ്യമങ്ങളും ജനങ്ങളും തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. നമ്മൾ പോരാടുന്നത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംബന്ധിച്ച് ഉള്ള ആരോപണങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ അതിനോട് മാത്രമല്ല. നമ്മൾ ഇന്ന് പോരാടുന്നത് ഈ രാജ്യത്തെ സ്വതന്ത്രമായി നിൽക്കേണ്ട സംവിധാനങ്ങളെ മുഴുവൻ കൈപ്പിടിയിലൊതുക്കിയ സംഘപരിവാർ ഫാസിസത്തോടാണ്. ആ ബോധ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലളിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കതിനെ ഖണ്ഡിക്കാൻ കഴിയും. അതൊരു പക്ഷേ ഇതിനെ ട്രിവിയലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന ആയുധമായിരിക്കും. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ പലപ്പോഴും നമ്മൾ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച ആരോപണങ്ങളൊക്കെ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാണ്. ആ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് പല ഘട്ടത്തിൽ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്, BJP ഉന്നയിച്ചിട്ടുണ്ട്, മറ്റു പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം നിന്ന് വ്യത്യസ്തമായി ഒരു രാജ്യത്തും മുഴുവൻ സംഘടിതമായിട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു ഭരണഘടനാ സ്ഥാപനത്തെ സംഘപരിവാർ ഫാസിസം പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളത് രാജ്യത്തിന് പുതുമയുള്ള ഒന്നാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ സാങ്കത്യത്തിലേക്ക് ഞാൻ വരാം. ഒന്ന്, ഈ ഏതെങ്കിലും ഒരു എൻ്റെ ബൂത്തിൽ ഒരു ബോഗസ് ആയിട്ടൊരു വോട്ടറുണ്ട്. ആ വോട്ടറെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ആ ബൂത്തിനകത്ത് ഒരു വോട്ട് എടുത്ത് നമ്മൾ പരിശോധിക്കുകയോ അല്ലെങ്കിൽ ചെയ്യാം. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്നലെ നടന്നിരിക്കുന്ന പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ച് ബാംഗ്ലൂർ സെൻട്രലിൽ തന്നെ പല ബൂത്തുകളിൽ ഒരേ വോട്ട്, മാത്രമല്ല ലക്നൌവിൽ വോട്ട്, മഹാരാഷ്ട്രയിൽ വോട്ട്. ഈ തൃപ്പൂണിത്തുറ, ഞാൻ എൻ്റെ തൃപ്പൂണിത്തുറയിൽ 102-ാം ബൂത്ത്, ഈ 102-ാം ബൂത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന്, ഒരു കോൺഗ്രസ് പ്രവർത്തകന്, CPM പ്രവർത്തകന് ഈ പറയുന്ന ലക്നൌവിലുള്ള വോട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? മഹാരാഷ്ട്രയിലുള്ള വോട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഒരു നിമിഷം ഇന്നത്തെ പ്രവർത്തനത്തിന് വെല്ലുവിളികളുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അന്നത്തെ സിറ്റിംഗ് MP ആയിരുന്ന തൃശ്ശൂരിൽ തന്നെ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം നിങ്ങളുടെ നേതാക്കന്മാരാണ് ഉന്നയിച്ചത്. എന്താണ് ആരോപണം? 50,000-ഓളം വോട്ടുകൾ BJP തൃശ്ശൂർ മണ്ഡലത്തിൽ പുതുതായി ചേർത്തു. ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകളുടെ അഡ്രസ്സിൽ പുറത്തു നിന്നുള്ളവർ വന്ന് വോട്ട് ചെയ്തു. 50,000 വോട്ട് ചെറുതല്ല. അതായത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന മാതൃക 2024 കേരളത്തിൽ നടന്നു. ഇന്നലെ സുനിൽകുമാർ ഈ ആരോപണം ഉന്നയിക്കുന്നു. ഇത് നടന്നിട്ടുണ്ട്. രാഹുൽ ഉന്നയിച്ച അതേ പ്രശ്നം തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യം കോൺഗ്രസ് ആണ് ഉന്നയിച്ചത്, പിന്നീടാണ് സുനിൽകുമാർ ഈ കാര്യം പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ആ കാര്യം ഫോളോ അപ്പ് ചെയ്തോ? ഈ വിഷയം കുറഞ്ഞ പക്ഷം രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിലെത്തിച്ചോ? നിങ്ങൾക്ക് ആ 50,000 വോട്ട് നിങ്ങളുടെ പ്രവർത്തകർക്ക് CPM-നും CPI-ക്കും കോൺഗ്രസിനും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് നിങ്ങളുടെ വീഴ്ച നിങ്ങൾ അംഗീകരിക്കണ്ടേ? അജിംസ, നോക്കൂ, ഞാൻ വാദത്തിന് വേണ്ടി നിങ്ങൾ പറയുന്ന ഞങ്ങളുടെ വീഴ്ച അംഗീകരിക്കാം.
വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ വോട്ടർ സിസ്റ്റം ശുദ്ധീകരിക്കേണ്ട അതിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെ ഒരു പക്ഷപാതിത്വപരമായിട്ട് പെരുമാറുന്നു, അട്ടിമറിക്കുന്നു എന്നുള്ളത് ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷൻ ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? ഇന്ന് കൊച്ചിയിലെ ഫ്ളാറ്റുകൾക്കകത്ത് കയറി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സാഹചര്യമുള്ളത്. വോട്ടർ സിസ്റ്റം വെരിഫൈ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നോക്കൂ, ഈ നടന്നിരിക്കുന്നതെല്ലാം എവിടെയാ? ബാംഗ്ലൂർ പോലെ അല്ലെങ്കിൽ ഡൽഹി പോലെ ബോംബെ പോലെ മറ്റുള്ള ഏറ്റവും മെട്രോപൊളിറ്റൻ നഗരങ്ങളിലും മറ്റും ഫ്ളാറ്റുകൾക്കകത്ത് നടക്കുന്ന ക്രമക്കേടുകളാണിത്. പലപ്പോഴും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫ്ളാറ്റുകൾക്കകത്ത് കയറി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സാഹചര്യമുള്ളിടത്ത് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ചോദ്യം ചെയ്തോളൂ, ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കസ്റ്റോഡിയൻ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കപ്പെടണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്താൽ, ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ നടപടി എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ പ്രതിനിധിയായ ബൂത്ത് ലെവൽ ഓഫീസർ ആ പറയുന്ന വീട്ടിൽ ചെന്ന് ആ അപേക്ഷകനെ നേരിട്ട് കണ്ട് അവരുടെ രേഖകൾ പരിശോധിച്ച് ആ രേഖകൾ ശരിയാണ് എന്ന് അപ്രൂവ് ചെയ്യുമ്പോഴാണ് വോട്ടർ ലിസ്റ്റിൽ കയറുന്നത്. ഒരൊറ്റ മുറിയിൽ 80 വോട്ടർമാരെ ചേർക്കുന്ന ഈ പ്രക്രിയയിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ അതിനകത്ത് ഭാഗഭാക്കായി അല്ലെങ്കിൽ വ്യാജ വോട്ടർമാരെ ചേർക്കാൻ ഭാഗഭാക്കായി എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്വമല്ലേ? ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം രാജ്യത്ത് മുഴുവൻ ഇത്രയും വലിയൊരു സ്കെയിലിൽ അത് അട്ടിമറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലളിതയുക്തിയും ലളിതമായ ചോദ്യങ്ങളും ചെയ്ത് അതിനെ ട്രിവിയലൈസ് ചെയ്യരുത്. അത് നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സംഘടനാപരമായ ദൗർബല്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ പരാജയപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾ പറയാറുണ്ടല്ലോ സംഘടനാ ദൗർബല്യം ഉണ്ട് പാർട്ടിക്ക്, ഒരു സംശയവും വേണ്ട, ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അത് കോൺഗ്രസിന്റെ മാത്രം സംഘടനാ ദൗർബല്യമായി ഞാൻ കാണുന്നില്ല രാജു പി നായർ. നോക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ വോട്ടർ പട്ടിക വോട്ടർ പട്ടിക പുറത്തിറക്കുന്നു. അത് രണ്ടാം ഘട്ടം അവർ സ്ക്രൂട്ടനൈസ് ചെയ്ത് പുറത്തിറക്കുമ്പോൾ അവിടെ ആകെയുള്ള മുതിർന്ന പൗരന്മാരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ വോട്ടർമാരാണെന്ന് അന്നേ വാർത്ത വരികയാണ്. ഞങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ആകെ മഹാരാഷ്ട്രയിലുള്ള മുതിർന്ന പൗരന്മാരെക്കാൾ കൂടുതൽ വോട്ടർമാർ അവിടെ ഉണ്ടാവുന്നു. അപ്പോഴൊന്നും നിങ്ങൾക്ക് റെഡ് ഫ്ലാഗ് ഇല്ല, നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അജിംസെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. മഹാരാഷ്ട്രയിലെ 9.7 കോടി വരുന്നത് 9.43 എന്നുള്ള മുതിർന്ന വോട്ടർമാരെക്കാളും കൂടുതലാണെന്ന് രാഹുൽ ഗാന്ധി എത്ര പ്രാവശ്യം പറഞ്ഞു? ഈ രാജ്യത്തെ മാധ്യമങ്ങൾ എത്ര പ്രാവശ്യം രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ ഗൗരവതരമായിട്ട് റിപ്പോർട്ട് ചെയ്തു? ഇപ്പൊ ഇന്നലെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടക്കുന്ന അട്ടിമറികളെ സംബന്ധിച്ച് സമയാസമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പഠനവിധേയമാക്കി അത് കൃത്യമായ ഡാറ്റയുമായിട്ട് ഇന്നലെ അത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അത് ഈ പാർട്ടി ഇത്രമാത്രം ഗൗരവത്തോടെ എടുക്കുന്നതുകൊണ്ടാണ്. അജിംസ് ചോദിച്ച ചോദ്യത്തിന്റെ ആ മറുപടി ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചോ CPM കുറിച്ചോ CPI കുറിച്ചോ എല്ലാം സമാജ്വാദി പാർട്ടിയോ തൃണമൂൽ കോൺഗ്രസോ നിങ്ങൾ പറയുന്നുണ്ട്. ജനാധിപത്യത്തിൽ ഒരു സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ആൾക്കും എല്ലാ പരിരക്ഷയും ലഭിക്കണമല്ലോ. എത്രയോ സ്വതന്ത്രന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ആ സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക്, ബൂത്ത് തല പ്രവർത്തനം നടത്താൻ കഴിയാത്ത സ്ഥാനാർത്ഥിക്ക് നിങ്ങൾക്ക് സംഘടനയില്ല, നിങ്ങൾക്ക് ബൂത്ത് തലത്തിലില്ല, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്ന അട്ടിമറി നിങ്ങൾ സഹിച്ചുകൊള്ളുക എന്ന് പറയുന്നതിന് തുല്യമല്ലേ നമ്മൾ സംഘടനാ ദൗർബല്യം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം നിന്ന് ഒഴിഞ്ഞു മാറാൻ നമ്മൾ ശ്രമിക്കുന്നത്? ഇവിടെ സംഘടിതമായി ഒരു രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ഒരു ഭരണഘടനാ സ്ഥാപനം പ്രവർത്തിച്ചു എന്നുള്ളതാണ് കുറ്റം. അത് ഈ രാജ്യം ഇന്നുവരെ കണ്ടതില്ല. രാജ്യം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രതിഷേധത്തിന് ഈ രാജ്യം മുന്നോട്ട് പോകണം. ജനങ്ങൾ തെരുവിലിറങ്ങണം. ഒരു കോടതിയിലും ഒരു ഭരണഘടനാ സ്ഥാപനത്തിലും ഒരു സർക്കാരിലും ഒരു പാർലമെന്റിലും ഇതിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇവരെല്ലാം ഒരുമിച്ചാണ്. ഇന്ത്യക്കകത്ത് ചൈന കടന്ന് കയറിയിരിക്കുന്നു എന്നുള്ളത് നരേന്ദ്രമോദിയും അമിത്ഷായും പങ്കെടുത്ത യോഗത്തിൽ ഔദ്യോഗികമായ മിലിറ്ററി രേഖകൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് രേഖകൾ ഉന്നയിച്ചുകൊണ്ട്, 21ഓളം നടന്ന ഫ്ലാഗ് മീറ്റിംഗുകൾ ഉന്നയിച്ചുകൊണ്ട്, കേന്ദ്രത്തിന്റെ വിദേശകാര്യ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യക്കാരനാണെന്ന് ചോദിക്കുന്ന കോടതിയിലാണോ വിശ്വാസം? ഞങ്ങൾക്ക് ആ വിശ്വാസം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ കടന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. എനിക്കറിയാം ഞാൻ ഗുരുതരമായ സ്റ്റേറ്റ്മെന്റാണ് പറയുന്നത്. പക്ഷേ ഇന്ന് വിശ്വാസം നഷ്ടപ്പെടുന്ന സംഘപരിവാർ പിടിമുറുക്കിയ ഭരണകൂടത്തിലേക്ക് പോവുകയാണ്. അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ജനങ്ങളോടാണ്. നിങ്ങളുടെ നിർണയമല്ലാതെ, നിങ്ങളുടെ തീരുമാനമല്ലാതെ, നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു സർക്കാർ
നിങ്ങളുടെ തീരുമാനത്തിന് വിരുദ്ധമായി അട്ടിമറിയിലൂടെ അധികാരത്തിലെത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന മുറിവാണ്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധിക്കാനല്ല കാത്തു നിൽക്കേണ്ടത്. വിദേശ രാജ്യങ്ങൾ കണ്ടിട്ടുള്ള മാതൃകയിലൂടെ തെരുവിലേക്ക് ജനങ്ങൾ ഇറങ്ങാൻ തയ്യാറായെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം നഷ്ടപ്പെടാൻ പോവുകയാണ്. അതാണ് ഫ്ലാഗ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം മരിക്കുകയാണ്. ആ മരണമാണ് നിങ്ങളെ അലോസരപ്പെടുത്തേണ്ടത്. ശരി, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഞാൻ ഈ 2014 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഞാൻ അങ്ങനെ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി ഉണ്ടായി എന്നുള്ളതാണ് ആരോപണം. മഹാരാഷ്ട്രയിലും കർണാടകയിലൊക്കെ ഉണ്ടായി. നോക്കൂ, UP-യിൽ BJPക്ക് എതിരായിട്ടുള്ളൊരു ജനവിധിയാണ് ഉണ്ടായത്. അവിടെ എന്താണ്? അവിടെ ശക്തരായ പാർട്ടി ആരാണ്? സമാജ്വാദി പാർട്ടിയാണ്. ബംഗാളിലും BJPക്ക് എതിരായ തിരിച്ചടി ഉണ്ടായി. അവിടെ തൃണമൂൽ കോൺഗ്രസ് ആണ്. തമിഴ്നാട്ടിലാകട്ടെ BJPക്ക് ഒരു തരത്തിലുള്ള സാധ്യതയുമില്ല, അവിടെ DMK ആണ്. കേരളത്തിൽ BJPക്ക് ഒരു സീറ്റേ ലഭിച്ചുള്ളൂ, അത് തൃശ്ശൂരാണ്. അവിടെ അട്ടിമറി ഉണ്ടായി എന്ന് അവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ ആരോപിക്കുന്നുണ്ട്. നോക്കൂ, ശക്തമായ കേഡറുകളുള്ള അടിത്തട്ടിൽ പ്രവർത്തനങ്ങളുള്ള സ്ഥലങ്ങളിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല ആര് ശ്രമിച്ചാലും ഒരു തരത്തിലുള്ള അട്ടിമറി നടക്കുന്നില്ല. അതേസമയം ദുർബലമായ സംഘടനാ സംവിധാനങ്ങളുള്ള പാർട്ടികളുള്ള, അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഉദാഹരണം ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ആം ആദ്മി പാർട്ടിക്കോ കോൺഗ്രസിനോ ബൂത്ത് ഏജന്റുമാർ പോലും ഉണ്ടായിരുന്നില്ല. അവിടെ ഞങ്ങളെല്ലാം ക്ലീൻ സ്വീപ്പായിരുന്നു BJP എന്ന് പറയുന്നു. അതായത് ഈ ഒരു ദൗർബല്യം മുതലെടുക്കുകയാണ്. ആ മുതലെടുക്കാൻ ഉതകുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപരവുമായി ബന്ധപ്പെട്ട നിയമം മാറ്റി എഴുതിയിരിക്കുന്നു. ഘടനാപരമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഈ ഘടനാപരമായ മാറ്റം വന്നിടത്ത് നിയമ പോരാട്ടമാണോ വേണ്ടത്, അതല്ല രാഷ്ട്രീയ പോരാട്ടമാണോ? അല്ല അജിംസെ, ഇവിടെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് നിയമത്തെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. നമ്മുടേതുപോലുള്ളൊരു പാർലമെൻ്ററി ജനാധിപത്യം ലിഖിതമായൊരു ഭരണഘടനയും നിയമവ്യവസ്ഥയ്ക്കകത്താണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിയമപരമായ പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അതിനെ രണ്ടിനെയും വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. 2014 അജിംസിന് ഓർമ്മയുണ്ടാവും, മോഡി അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് EPW-ലെ ഭാവന വിജയ് അറോറയാണെന്ന് തോന്നുന്നു. ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് BJP അധികാരം പിടിച്ചത്? മോഡിക്ക് പിറകിൽ 2011 മുതൽ സെറ്റ് ചെയ്യപ്പെട്ട RSSൻ്റെ ഒരു വലിയ സേന, ഇന്ത്യയുടെ ഓരോ ഗ്രാമങ്ങളിലും ബൂത്ത് ലെവലിൽ അവർ പോയിക്കൊണ്ട് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് ആ ലേഖനം സൂക്ഷ്മമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. അതിനവർക്ക് കഴിഞ്ഞത്, അവർ ആദ്യം തന്നെ പ്രാദേശികമായി ചെയ്തത് അവിടുത്തെ നിലവിലുള്ള ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ BJP-യിലേക്ക് കൊണ്ടുവരിക ചെയ്തത്. 2014 മോഡി അധികാരത്തിൽ നിന്ന് 2011 മുതലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും RSS എല്ലാ തെരഞ്ഞെടുപ്പുകളും ഈ രീതിയിലാണ് സമീപിക്കുന്നത്. കേരളത്തിൽ പോലും അങ്ങനെയാണ് അജിംസെ. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സൂക്ഷ്മമായ പഠനങ്ങളിലൊക്കെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഈ ആദിത്യ ശ്രീവാസ്തവയുണ്ടല്ലോ, അദ്ദേഹത്തിന് ലക്നൌവിൽ വോട്ടുണ്ട്, UP-യിൽ വോട്ടുണ്ട്, കർണാടകയിൽ വോട്ടുണ്ട്. നരേന്ദ്രമോദി ജയിച്ചു പോയ വാരണസിയിലും അദ്ദേഹത്തിന് വോട്ടുണ്ട്. നരേന്ദ്രമോദിയെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കുന്നതിൽ ഒരു വോട്ട് ചെയ്ത ആളാണ് ഈ ശ്രീവാസ്തവ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ആ വോട്ട് വരുന്നത്? അപ്പോൾ വളരെ ഓർഗനൈസ്ഡായി അഖിലേന്ത്യാ തലത്തിൽ തന്നെ RSS BJP-ക്ക് ആവശ്യമായ വിജയമൊരുക്കാൻ വോട്ടേഴ്സ് ലിസ്റ്റ് മുതൽ വോട്ടർമാരെ ചേർക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു എന്നുള്ളതാണ്. അതിനവർക്ക് തടസ്സം നിൽക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും നിരാകരിച്ചുകൊണ്ട് എടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായമില്ല, ഇത് സാധ്യമല്ല. ഇപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഗാന്ധി ആഫ്റ്റർ ഇന്ത്യ എന്ന പുസ്തകത്തിൽ നമ്മുടെ രാമേന്ദ്ര ഗുഹ വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യ പോലെ വളരെ വിപുലമായ രീതിയിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ടില്ലാത്ത ഒരു സമൂഹത്തിനകത്ത്, പ്രവിശ്യ അടിസ്ഥാനത്തിൽ മാത്രം തെരഞ്ഞെടുപ്പ് നേരിട്ടൊരു സമൂഹത്തിനകത്ത് എങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കി, എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ ബൂത്ത് തലത്തിൽ വരെ ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചു. പക്ഷേ അന്നത്തെ ഇന്ത്യയുടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ രാഷ്ട്ര നിർമ്മിതിയുടെ വളരെ സദുദ്ദേശപരമായ ജനാധിപത്യ താല്പര്യങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പോഴും എന്താണ്, അധികാരി വർഗം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഗ്രാമങ്ങളെ ഭരിക്കുന്ന ജാതി മേധാവികളും ഫ്യൂഡൽ ശക്തികളുമൊക്കെ തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയല്ലാതെ മറ്റാരും ഇവിടെ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാമേന്ദ്ര ഗുഹയെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും പൊതുവായി തെരഞ്ഞെടുപ്പ് സംവിധാനത്തോട് വളരെ ധാർമ്മികമായ നൈതികമായ ഒരു സമീപനം നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു പൊതുവായ രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരമൊക്കെ നഷ്ടപ്പെട്ട് അപജയവിധേയമായ പാർലമെൻ്ററി ജനാധിപത്യത്തോടും ജനാധിപത്യ സ്ഥാപനങ്ങളോടും ഒരു ഉത്തരവാദിത്വവുമില്ലാത്ത ആളുകളാണ് RSSകാർ. അവരെ വെച്ചുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും എന്താണ്,
പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ മാർഗത്തിൽ പോരാടുമ്പോൾ നമ്മൾ തെരുവിലിറങ്ങുക എന്ന് പറഞ്ഞാൽ ബൂത്ത് തലത്തിൽ കൂടി പാർലമെന്ററി ജനാധിപത്യത്തിൽ മറ്റ് പ്രക്ഷോഭങ്ങളൊക്കെ നടത്തണം. ആ പ്രക്ഷോഭങ്ങൾ രാഹുൽ ഗാന്ധി നടത്തുന്നില്ലല്ലോ. കർഷകരുടെ പ്രക്ഷോഭം നടത്തുന്നുണ്ടോ? തൊഴിലാളികളുടെ പ്രക്ഷോഭം നടത്തുന്നുണ്ടോ? സ്ത്രീകളുടെ പ്രക്ഷോഭം നടത്തുന്നുണ്ടോ? ഇപ്പോൾ ഛത്തീസ്ഗഡിൽ എന്താണ് ലോകത്തിൻ്റെ ചരിത്രത്തിലുണ്ടായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ തന്നെ പിടിച്ചുകൊണ്ടുപോയി വെടിവെച്ച് കൊന്നു. ലോകത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഈ ഛത്തീസ്ഗഡിൽ ലക്ഷക്കണക്കിന് വരുന്ന ആദിവാസി തദ്ദേശീയ ജനതയെ കുടിയിറക്കിക്കൊണ്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് ഭൂമി വിട്ടുകൊടുക്കാനുള്ള അതിനെ പ്രതിരോധിക്കുന്നു ആദിവാസികൾ എന്നതാണ്. അതിനൊക്കെ എതിരായിട്ട് നമ്മുടെ രാജ്യത്ത് പൊതുവായ പ്രക്ഷോഭങ്ങളുണ്ടോ? പ്രക്ഷോഭം, തെരുവ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി ജീവനോപാധികളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ജനങ്ങളുടെ പ്രക്ഷോഭം വളർത്തിക്കൊണ്ടുവരണം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നിയമവ്യവസ്ഥക്കകത്ത് നിന്നുകൊണ്ട് നടന്ന ഒരു പ്രവർത്തനമാണ്. ആ നിയമവ്യവസ്ഥക്കകത്ത് നിന്ന് നടന്ന പ്രവർത്തനത്തെ ബൂത്ത് തല ഓഫീസർമാരെ ഒറ്റ കാര്യം ചോദിച്ചു. നമ്മളിപ്പോൾ ഒരു ഗ്രാൻഡ് നറേഷനാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ലോക്കലായിട്ട് ആക്ട് ചെയ്യണമല്ലോ. തൃശ്ശൂരിൽ അട്ടിമറി നടന്നുവെന്ന് സുനിൽകുമാർ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ ഒരു FIR ഉണ്ട്. അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. സുനിൽകുമാർ അങ്ങനെ ഒരു പരാതി ഔദ്യോഗിക കൊടുത്തുവെന്ന് എനിക്കറിയില്ല. പക്ഷേ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ BJPക്ക് ജയിക്കാനായ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവമായിട്ട് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കലും വോട്ടർമാരെക്കുറിച്ച് പഠിക്കുന്ന സർവേയിലൊക്കെ തന്നെ ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇടപെടുന്നത്. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ബൂത്ത് തലത്തിൽ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് എന്താണ്, ഇന്ന് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ശരി, ഇപ്പോൾ ഇത് നമ്മൾ ത്രിപുരയിലൊക്കെ കണ്ടതാണ്. അപ്പോൾ എന്താണ്, നമ്മളെ പല പ്രതിപക്ഷ നേതാക്കന്മാരും എന്താണ്, ത്രിപുരയല്ലേ, മാർക്സിസ്റ്റുകളല്ലേ, ഈ ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ പോലും വോട്ടർമാർക്ക് അനുവാദം കൊടുത്തില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആളുകൾക്ക് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല. അത് വളരെ സംഘടിതമായിട്ട്, വളരെ ആസൂത്രിതമായിട്ട് ഇപ്പോൾ കർണാടകയിൽ നടന്നിരിക്കുന്നത്, ദേവപുരയിൽ നടന്നിരിക്കുന്നത് വളരെ സംഘടിതമായ ആസൂത്രിതമായ ഒരു അട്ടിമറിയാണ്. ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവമാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ അത് ചർച്ച ചെയ്യാം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ദേശീയ തലത്തിൽ തന്നെ പ്ലാൻ ചെയ്യപ്പെട്ട. വാരാണസിയിലെ ഒരു വോട്ടറാണ് ആദിത്യ ശ്രീവാസ്തവ എന്ന പേര്. തൃശ്ശൂരിലേത് ദേശീയമായി പ്ലാൻ ചെയ്യപ്പെട്ടതല്ല എന്നാണോ കുഞ്ഞുകണ്ണൻ? അല്ല, ആയിരിക്കാം. ഞാനത് പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഇടപെടുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാകണം. അതിനെ തടയാൻ ആവശ്യമായ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടാവണം. അങ്ങനെ മാത്രമേ പാർലമെന്ററി ജനാധിപത്യത്തിനകത്ത് തെരഞ്ഞെടുപ്പ് മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോമിനേഷൻ കൊടുത്ത് ഇട്ടാൽ ആ പോരാട്ടം നമുക്ക് നടത്താം. ആ പോരാട്ടം എങ്ങനെയാണോ ഈ മറ്റ് ഭരണവർഗ പാർട്ടികൾ എങ്ങനെയാണോ അതിനെ നേരിടുന്നത്, അതിൻ്റെ എല്ലാ തലങ്ങളും മനസ്സിലാക്കി ആ രീതിയിലൊരു സ്ട്രാറ്റജി വേണം. അതിനാവശ്യമായ ഒരു ടാക്ടിക്കൽ സമീപനം വേണം. അതിന് എന്താണ്, BJPക്കെതിരായിട്ടുള്ള എല്ലാ ശക്തികളും ഒരുമിപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് വളരെ പ്രധാനമാണ്. രാഷ്ട്രീയമായിട്ട് BJPക്കെതിരായിട്ട് പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളെയും ഒന്നിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശരി, ശ്രീ പ്രശാന്ത് പത്മനാഭൻ, അവസാനമായ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ. അതായത് ഇതിലെ ഏറ്റവും മൗലികമായ പ്രശ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന നിയമത്തിലാണല്ലോ, പുതിയ നിയമത്തിലാണല്ലോ. ആ നിയമത്തിൻ്റെ ഒരു ഭരണഘടനാ സാധുത സുപ്രീം കോടതി വിലയിരുത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചലഞ്ച് സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ടോ? അതിനി ലീഗലി ചലഞ്ച് ചെയ്യാനുള്ള വല്ല സാധ്യതയുമുണ്ടോ? സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഡോക്ടർ ജയ താക്കൂർ എന്ന് പറയുന്ന ഒരു പെറ്റീഷണർ സുപ്രീം കോടതിയിൽ ഈ നിയമം, സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കാനാണ്. സുപ്രീം കോടതി വിധിയിൽ ഇമ്പാർഷ്യാലിറ്റി, അത് ഇൻഡിപെൻഡന്റ് മെക്കാനിസം വേണം. ഇലക്ഷൻ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നത് ഗവൺമെന്റ് ഏകപക്ഷീയമായിട്ടാകരുത്. അത് അവരുടെ നിഷ്പക്ഷത ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഒരു സംവിധാനം വേണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധിച്ച് ആ 3 അംഗ പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഏകപക്ഷീയമായി മാറ്റിക്കൊണ്ട് പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു മന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിയമം. ആ നിയമത്തിന്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ കേസ് സുപ്രീം കോടതി പരിഗണിച്ച് വരികയാണ്. അതിൽ സ്റ്റേ കൊടുത്തില്ല. അതിനൊരു കാരണം പറയുന്നത്, നിയമപരമായിട്ട് പറയുന്ന ഒരു റീസണിങ്, ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ സാധാരണ കോടതികൾ അത് ഒന്നുകിൽ ഭരണഘടനാ വിധേയമാണെന്ന് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ്, അതുകൊണ്ട് അസാധുവാണെന്ന് പ്രഖ്യാപിക്കും. അതിനിടയിൽ നിയമം സാധാരണഗതിയിൽ സ്റ്റേ ചെയ്യാറില്ല. ആ കാരണം പറഞ്ഞാണ് ആ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തി. അതിൽ നമ്മൾ ആ സമയത്ത് ശ്രദ്ധിച്ചിരുന്നു, ഒരു ഇലക്ഷൻ കമ്മീഷൻ ആ സമയത്ത് റിസൈൻ ചെയ്യുകയും ചെയ്തു. ആർട്ടിഫിഷ്യലായിട്ടൊരു വേക്കൻസി ഉണ്ടായി. അപ്പം ഗവൺമെന്റ് ഒരാളെ കൂടി റിക്രൂട്ട് ചെയ്യാനുള്ള അവസരം കിട്ടി. എന്നിട്ടും സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ല. കാരണം ഒരു നിയമം വന്നിരിക്കുന്നു, ഈ ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് നിയമത്തിന്റെ സാധുത ഞങ്ങൾ പരിശോധിക്കാമെന്ന് പറഞ്ഞു. ആ നിയമത്തിന്റെ സാധുത പരിശോധിച്ചിട്ട് സുപ്രീം കോടതി പറയുകയാണ്, ഇത് വീണ്ടും ഏകപക്ഷീയമായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആയിട്ട് മാറുന്നു, അതുകൊണ്ട് ഇതിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതിൽ പഴയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ SY ഖുറേഷി പറഞ്ഞ ഒരു മാർഗമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഓപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്ന ആൾ എന്നും ഈ സീനിയർ IAS ഓഫീസേഴ്സും ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇവരുടെ പെരുമാറ്റങ്ങളും ആരാണ് യോജിച്ച വ്യക്തി എന്നൊക്കെ അറിയാം. ഒരുപക്ഷെ ചീഫ് ജസ്റ്റിസിന് അങ്ങനെ ഒരു അറിവുണ്ടാകണമെന്നില്ല. അദ്ദേഹം പറയുന്നത് പക്ഷേ
അവിടെ ഒരു വീറ്റോ പവർ വേണം. ഈ 3 പേരുള്ളിടത്ത് പ്രതിപക്ഷ നേതാവ് എതിർക്കുകയാണെങ്കിൽ അയാൾ അപ്പോയിന്റ് ചെയ്യരുത്. ഇലക്ഷൻ കമ്മീഷണറായിട്ട് 3 പേരെ 3 പാനലിൽ നിന്നാണ് നിയോഗിക്കുന്നതെങ്കിൽ 3 പേരുടെയും സമവായത്തിലൂടെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരാളാണെങ്കിലും ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാമെന്നാണ് പറയുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയാം. ഈ ബാക്കി 2 മെമ്പേഴ്സും ഇതിലെ പാനലിസ്റ്റുകൾ 2 പേരും ഈ പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിന്നുള്ളവരാണ്. ഞാൻ മാത്രമേ ഉള്ളൂ അഭിഭാഷകനായിട്ടുള്ളത്. പക്ഷെ അവരുടെ കൂടെ പരിഗണനയ്ക്ക് വേണ്ടി കേഡർ പാർട്ടിയുടെ ഒരു കാര്യം നേരത്തെ ശ്രീ കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ RSS പ്രവർത്തിക്കുന്നത് ഒരു ഉദാഹരണം പറയാം. ഈ എല്ലാ കാര്യങ്ങളും നിയമവിരുദ്ധമാണെന്ന് നമുക്ക് കോടതിയിൽ ഒറ്റയടിക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. അങ്ങനെ വന്ന കേസിൽ ഒരിക്കല് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഒരു മേയറൽ ഇലക്ഷൻ, ചണ്ഡീഗറിലെ മേയർ ഇലക്ഷനിൽ ഒരു ഇത് കാണിച്ച ഒരു ഇലക്ഷൻ കമ്മീഷണർക്ക് കോടതി വിളിച്ചു വരിച്ച് ശാസന കൊടുക്കുകയും ഡെമോക്രസിയെ മർഡർ ചെയ്യാൻ സമ്മതിക്കില്ല, അദ്ദേഹത്തിന് റിസൈൻ ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ തക്കതായിട്ടുള്ള കേസുകൾ വരുമ്പം കോടതിക്ക് ഇടപെടാം. അല്ലാതെ പ്രയാസം വരുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നോയിഡയിലെ ഒരു വോട്ടറാണ്. ഇപ്പൊ കേരളത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പാർട്ടി പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ കേരളത്തിലെ ഒരു ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് അവിടെ ഒരു അഡ്രസ്സ് തരാം, ആ അഡ്രസ്സിലേക്ക് ഇവിടുത്തെ ഡൽഹി ഞാൻ ഉപേക്ഷിക്കുകയാണ്, അങ്ങോട്ട് മാറുകയാണെന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുക്കുന്നു. ഇവിടുത്തെ ഞാൻ അപേക്ഷ കൊടുക്കുകയാണ്, എനിക്ക് ഇവിടുത്തെ ഇലക്ഷന് വോട്ട് ചെയ്യേണ്ട, ആധാർ കാർഡിൽ അഡ്രസ്സ് മാറ്റുന്നു, അവിടെ പോകുന്നു, വോട്ട് ചെയ്യുന്നു. അതിനകത്ത് ഇല്ലീഗാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പ്രയാസമാണ് തിരുത്തിക്കാൻ. വീണ്ടും അവിടുത്തെ ഇലക്ഷൻ കഴിയുന്നു, വീണ്ടും ഇവിടെ ഇലക്ഷൻ നടക്കാൻ പോകുന്നു, വീണ്ടും ഞാൻ പറയുകയാണ് എനിക്ക് കേരളത്തിൽ നിൽക്കേണ്ട, തിരിച്ചു പോകണം. ഞാൻ അവിടുന്ന് വീണ്ടും അപേക്ഷ കൊടുക്കുകയാണ്, ഇലക്ഷൻ കമ്മീഷണർക്ക് ഈ ആധാറിൽ മാറ്റുകയാണ്, അഡ്രസ്സ് മാറ്റുകയാണ്, തിരിച്ചിങ്ങോട്ട് വരികയാണ്. ഈ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. വലിയ രീതിയിൽ ഇന്റൻസീവായിട്ട് വർക്ക് ചെയ്ത് ഒരു ചെറിയ നമ്പറല്ല, ഒരുപാട് ആളുകളെ, അതായത് പ്രശാന്ത് പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. പ്രശാന്തിന് ഒരു അഡ്രസ് ഉണ്ട്, പ്രശാന്തിന് അഡ്രസ് ഉണ്ട്, 0 എന്ന വീട്ടു നമ്പറിലും പിതാവിന്റെ പേര് FDH എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ ചേർത്തിട്ടുള്ളത്. പ്രശാന്ത് പറയുന്ന കോണ്ടെക്സ്റ്റിലെ എല്ലാ കാര്യങ്ങൾ. പുതിയ വോട്ടേഴ്സിനെ ചേർക്കുന്നതിൽ ഇതുപോലെ ഇന്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേഡർ പാർട്ടി. RSS അതിലെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഇല്ലീഗൽ ആയിട്ടുള്ളത് എത്ര ഉണ്ട് എന്ന് തെരഞ്ഞു പിടിച്ച് കണ്ടെത്താൻ ഇത്തിരി പ്രയാസമാണ്, അത്ര എളുപ്പമല്ല. പക്ഷെ നല്ല ഹോംവർക്ക് ചെയ്യേണ്ടി വരും. ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ കോടതികൾക്ക് ഇടപെടാൻ എളുപ്പമുണ്ട്. അല്ലാതെ ഇംപ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷെ ചെയ്തു, നിയമവിരുദ്ധമാണെന്ന് ഒറ്റയടിക്ക് കണ്ടെത്താൻ കഴിയില്ലാത്ത കാര്യങ്ങളും ഉണ്ട്. പ്രശാന്ത് വേറെ കാര്യം കൂടി ഉണ്ട്. പ്രശാന്ത്, ഈ 0 എന്ന വീട്ടു നമ്പറുള്ളവരും അച്ഛന്റെ പേര് FDH എന്നുള്ളവരൊക്കെ ഫിസിക്കലായി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പ്രശാന്തിന് തോന്നുന്നുണ്ടോ? മറ്റാരോ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഇടപെടും. ഇലക്ഷൻ കമ്മീഷനിൽ അത് കാണിക്കുക, കംപ്ലൈന്റ് ചെയ്യുക, അതിനുശേഷം കോടതി വന്നു കഴിഞ്ഞാൽ ഇടപെടും. അങ്ങനെ ഫിസിക്കലായി അല്ലാതെ എങ്ങനെ വോട്ട് ചെയ്യപ്പെട്ടു, EVMകളിൽ അങ്ങനെ എങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടു എന്ന് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. എന്തായാലും രാഷ്ട്രീയവും നിയമപരമായ ഒരു പോരാട്ടത്തിന് ഇന്ത്യ സഖ്യം ഇറങ്ങും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. വളരെ നന്ദി ശ്രീ രാജു പി നായർ, KT കുഞ്ഞിക്കണ്ണൻ, പ്രശാന്ത് പത്മനാഭൻ ഇത്രയും സംസാരിച്ചു.